ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു ടെക്നിക്കൽ വീഡിയോ ഇട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിലത്തെ ഡ്രൈ ക്യാബിനാണ്. ഈ ഡ്രൈ ക്യാബിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ക്യാമറ അല്ലെങ്കിൽ ലെൻസിൽ ഫംഗസ് വരാണ്ടിരിക്കാനാണ്. ഇതിൻ്റെ അകത്ത് അച്ഛ വർക്കിന് കൊണ്ടുപോകണ ക്യാമറ എല്ലാം സ്റ്റോർ ചെയ്യണ ഈ ഡ്രൈ ക്യാബിനിലാണ്. ഇത് കുറച്ച് ദിവസം മുമ്പ് ഇടിമിന്നലേറ്റ് കംപ്ലൈൻ്റ് ആയി. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ അറിയാനും പിന്നെ ഇതിൻ്റെ കേടായത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനിത് തുറന്നു നോക്കണേണ്. യൂട്യൂബിൽ നിങ്ങൾക്ക് കുറേ വീഡിയോ കാണാം. ചിലർ ബൾബ് ഓൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ക്യാമറ സ്റ്റോർ ചെയ്യണതാണ്, ചിലർ സിലിക്ക ജെൽ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യണതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒറിജിനൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കണേണ്. അപ്പം നമുക്കിത് തുറന്നു നോക്കാം. ഇത് ഡ്രൈ ക്യാബിൻ്റെ പുറയിലുള്ള ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യണ മോഡ്യൂളാണ്. ഇത് നമുക്ക് അഴിച്ചെടുക്കാം. ഡ്രൈ ക്യാബിൻ്റെ പുറയിലുള്ള മോഡ്യൂൾ ഊരിയെടുത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ കംപ്ലൈൻ്റ് എന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഡ്രൈ ക്യാബിൻ്റെ പവർ സപ്ലൈ ആണ്. ഇത് ഇടിമിന്നലേറ്റ 99% പോകാൻ ഇതിന് ചാൻസ് ഉള്ളത്. അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന്. ഫ്യൂസ് കത്തിയ പോലെ കാണുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള സ്പെയർസാണ്. ഇതിൻ്റെ ഉള്ളിൽ SMBS ഇരിക്കണം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ലൈനും ന്യൂട്രൽ കാണാം, പിന്നെ ഔട്ടിൻ്റെ വോൾട്ട് പ്ലസും ഗ്രൗണ്ടും കാണാം. ഇത് ഷോർട്ട് ആയത് കാരണമാണ് ഇവിടുത്തെ ഫ്യൂസ് കത്തിപ്പോയത്. നിങ്ങൾക്ക് ഇവിടെ കാണാം 3.6 വോൾട്ട് 3 ആംപിയറിൻ്റെ ഔട്ട്പുട്ട് ഉള്ളത്. ഈ ഫ്യൂസ് കത്തിപ്പോയിട്ടുണ്ട് കാരണം ഈ ബോർഡ് ഷോർട്ട് ആയിട്ടുണ്ട്. ഇത് സീൽഡ് ആയിട്ടുള്ള പവർ സപ്ലൈ ആണ്, അത് കാരണം നമുക്ക് ഇത് നന്നാക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ പവർ സപ്ലൈ ഓൺലൈൻ ഉണ്ടാകുന്ന നോക്കാം. ഇത് 3.6 വോൾട്ടും 3 ആംപിയറിൻ്റെ പവർ സപ്ലൈ ആണ്. കിട്ടിയില്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ഇനി നമുക്ക് ബാക്കി മോഡ്യൂളിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ഇരുവശത്തും പെൽറ്റിയർ മോഡ്യൂളുണ്ട്, നടുക്കൊരു വോൾട്ടേജ് റെഗുലേറ്ററും ഉണ്ട്. ഈ പെൽറ്റിയർ മോഡ്യൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരു വോൾട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു വശം തണുപ്പാവുകയും അതിൻ്റെ പുറവശം ഇരട്ടി ചൂടാവുകയും ചെയ്യുകയാണ്. ഈ ഡ്രൈ ക്യാബിൻ ഫിറ്റ് ചെയ്ത് പറഞ്ഞാൽ ഇതിൻ്റെ ഈ അകത്തുള്ള ഭാഗം തണുപ്പാവുകയും പുറത്തുള്ള ഭാഗം ചൂടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതിൻ്റെ പുറകിൽ ഇത്രയും വലിയൊരു ഹീറ്റ് സിങ്ക് വെച്ചേക്കണം. ഈ തണുത്ത ഭാഗം അകത്ത് തന്നെ നിങ്ങൾക്ക് കുറേ പേർക്ക് സംശയം ഉണ്ടാവും. കാരണം നിങ്ങളൊരു ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി എടുത്ത് ടേബിളിൽ വെക്കണമെങ്കിൽ അതിൻ്റെ ചുറ്റും വെള്ളത്തുള്ളികൾ കാണാം. അത് അന്തരീക്ഷത്തിലെ വെള്ളം വലിച്ചെടുത്ത് പ്ലാസ്റ്റിക് കുമ്പിപ്പം തട്ടി അത് തുള്ളികളായി മാറുന്നതാണ്. അതുപോലെ തന്നെ ക്യാമറയുടെ ചുറ്റുമുള്ള ഈർപ്പം ഈ തണുത്ത ഭാഗത്ത് പറ്റിപ്പിടിക്കും. കറണ്ട് പോകുമ്പോൾ പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ട്രേ കാണാം. ഈ ട്രേയിൽ വന്ന് ഈ വെള്ളം സ്റ്റോർ ആവും. അപ്പം നിങ്ങൾ കഴിയാണത്രോളം ഈ ക്യാബിൻ ഓഫ് ചെയ്യാണ്ട് നോക്കണം. ബാക്കിയുള്ള മോഡ്യൂളൊക്കെ വർക്ക് ചെയ്യേണ്ടെന്ന് നോക്കാൻ വേണ്ടി അതിൻ്റെ അകത്തോട്ട് ഒരു 3.6 വോൾട്ട് കൊടുത്തു നോക്കാം. പിന്നെ നമുക്ക് ഈ പെൽറ്റിയർ മോഡലിൽ തണുത്ത ഭാഗം എത്ര വരെയും തണുപ്പാന്ന് നോക്കാം. സോക്കറ്റിലേക്ക് നമുക്ക് ജമ്പർ വയർ കണക്ട് ചെയ്ത് നോക്കാം. അതുകഴിഞ്ഞിട്ട് ജമ്പർ വയറിൻ്റെ അറ്റത്ത് നമുക്ക് പവർ സപ്ലൈ വെച്ച് 3.6 വോൾട്ട് കൊടുക്കാം. ആദ്യം പവർ സപ്ലൈ 3.6 വോൾട്ട് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജമ്പറിൻ്റെ അറ്റത്തോട്ട് ഇത് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഈ അകത്തുള്ള മോഡ്യൂൾസ് ഒക്കെ വർക്ക് ചെയ്യണ്ടെന്ന് തോന്നണം. കാരണം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ചുമന്ന ലൈറ്റ് കത്തണ കാരണം. അപ്പോൾ ഈ കൺട്രോൾ ഇരിക്കുമ്പോൾ ഈ പച്ച ലൈറ്റ് കത്തും. എനിക്കിവിടെ പച്ച ലൈറ്റ് കത്തണ കാണാം. ഇപ്പം ഈ മോഡ്യൂൾ തണുത്ത് തുടങ്ങി. ഇനി നമുക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ടെമ്പറേച്ചർ മോഡ്യൂൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പത്ത് മിനിറ്റ് എടുത്തിട്ടാണ് പെൽറ്റിയർ മോഡ്യൂളിൻ്റെ ടെമ്പറേച്ചർ ഇത്രയും കുറഞ്ഞത്. മോഡ്യൂൾ ഇത്ര നേരം ഓൺ ചെയ്ത് വെച്ചിട്ട് മിനിമം ടെമ്പറേച്ചർ എടുത്താൽ 21.6 ആണ്. പിന്നെ ആംബിയർ എടുത്താൽ 1.3 ആംബിയർ ആണ് എടുത്തത്. ഇപ്പോൾ ഇത്ര നേരം ഓൺ ചെയ്ത് വെച്ച കാരണം ഇതുമ്മ വെള്ളം കെട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ച് നിങ്ങൾക്ക് കാണിക്കാം. ക്യാമറയിൽ കാണാൻ പറ്റണ്ടെന്ന് അറിയില്ല, പക്ഷെ ഇതിന് നനവുണ്ട്.
ഡ്രൈ ക്യാബിൻ്റെ വർക്കിംഗ് തണുപ്പാണെങ്കിലും അത് പറഞ്ഞ് ക്യാമറ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല, കാരണം ഫ്രിഡ്ജിൽ ഓവർ തണുപ്പാണ്. ഡ്രൈ ക്യാബിൽ പറഞ്ഞാൽ പെൽറ്റിയർ മോഡ്യൂളിൻ്റെ സർഫേസിൽ മാത്രമേ തണുപ്പുണ്ടാവുള്ളൂ. ഈ കേടായ പവർ സപ്ലൈൻ്റെ പാർട്സ് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെത്തുമ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ഇട്ട് വരും. നിങ്ങൾക്ക് ഇതേ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഒരു ഡ്രൈ ക്യാബിൻ ഉണ്ടാക്കാൻ ശ്രമിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു ഇട്ട് പിന്നെ കാണാം. അപ്പോഴേക്കും ബൈ.